മനുഷ്യത്വം തീർത്തും മരവിച്ചു പോയൊരു വാർത്തയാണ് മലപ്പുറം നിലമ്പൂരിൽ നിന്നും പുറത്തുവരുന്നത്. വയറുവേദന എന്ന് പറഞ്ഞ് ബന്ധുക്കൾക്കൊപ്പം ആശുപത്രിയിലെത്തിയ ചാലിയാർ സ്വദേശിയായ യുവതി ഡ്രസ് മാറാൻ എന്ന വ്യാജേന ശുചിമുറിയിൽ കയറുന്നു. പ്രസവത്തിന് ശേഷം ആ നവജാത ശിശുവിനെ ശുചിമുറിയിലെ ബക്കറ്റിലിട്ട് അവിടെ നിന്നും യാതൊരു കൂസലുമില്ലാതെ മടങ്ങുന്നു. രാവിലെ ക്ലീനിംഗ് തൊഴിലാളി എത്തുമ്പോഴാണ് ബക്കറ്റിൽ ആ പാവം കുഞ്ഞ് മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടെത്തുന്നത്. ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയാമോ? രക്തസ്രാവം എന്നും പറഞ്ഞ് ആംബുലൻസ് ഡ്രൈവറോട് വയറ്റിലെ കുമിള പൊട്ടിയതാണ് കാരണമെന്ന് കള്ളം പറഞ്ഞ് മറ്റൊരു ആശുപത്രിയിലേക്ക് മുങ്ങിയ ഭർത്താവും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ബാത്റൂമിലെ ബക്കറ്റിൽ ഉപേക്ഷിച്ചു പോകുന്ന ഇത്തരക്കാരെ ഏത് വിഭാഗത്തിലാണ് പെടുത്തേണ്ടത്? ഏതൊരു കുഞ്ഞിനും ഏറ്റവും സുരക്ഷിതമായി ഇടമാകേണ്ടത് അമ്മയുടെ കരുതലാണെന്നിരിക്കെ സ്വന്തം ചോരയിൽ പിറന്ന പിഞ്ചു കുഞ്ഞിനോട് കാട്ടിയ ഈ ക്രൂരത കേരളത്തിന് തന്നെ നാണക്കേടാണ്. ആഗ്രഹിക്കാതെ ഉണ്ടാകുന്ന ഗർഭധാരണമാണെങ്കിലും അല്ലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളാണെങ്കിലും പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കൈമാറാൻ സർക്കാരിന്റെ അമ്മ തൊട്ടിലും ശിശുക്ഷേമ സമിതികളും ഉൾപ്പെടെ നിയമപരമായി നിരവധി സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലും ഉപയോഗിക്കപ്പെടാതെ ഇത്തരത്തിൽ ജീവനറ്റ രീതിയിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നത് അനുകമ്പ അർഹിക്കാത്ത കുറ്റകൃത്യമാണ്. ഇനിയെങ്കിലും ഇത്തരം നിഷ്ഠൂരമായ പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാൻ കടുത്ത നിയമ നടപടികളും കൃത്യമായ ബോധവൽക്കരണം ഉണ്ടാകേണ്ടതാണ്.